ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ ടൈം ട്രാവൽ കഥയാണ്. ത്രില്ലടിപ്പിക്കുന്ന ഈ കഥ ഒരു സാധാരണ ടൈം ട്രാവൽ അല്ല, പാരലൽ യൂണിവേഴ്സിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ കഥയാണിത്. ഈ കഥയിലെ നായികയുടെ മകളെ ഒരു സൈക്കോ കൊലപ്പെടുത്തുന്നു. അതിനു പ്രതികാരമായി അവൾ ആ സൈക്കോയെയും കൊല്ലുന്നു. എന്നാൽ അവൻ ഈ ലോകത്ത് മാത്രം മരിച്ചാൽ പോരാ, എല്ലാ പാരലൽ യൂണിവേഴ്സിലും അവൻ മരിക്കണമെന്ന വാശിയിൽ അവൾ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് ഓരോ യൂണിവേഴ്സിലേക്കും ആ സൈക്കോയെ കൊല്ലാൻ വേണ്ടി യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന അവളുടെ യാത്രയിൽ എന്താണ് സംഭവിച്ചത്, അവൾക്ക് അവളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്ന് കണ്ടറിയുന്നതാണ് ഈ സിനിമയുടെ പൂർണ്ണമായ കഥ. കേൾക്കാൻ വളരെ വ്യത്യസ്തമായി തോന്നുന്നില്ലേ? കഥ അതിലും മികച്ചതാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇന്ന് നമ്മൾ റെഡെക്സ് എന്ന ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ കഥയാണ് കാണാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ അത്യധികം ദേഷ്യത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. ഇവരുടെ പേര് ഐറിൻ. ഇവരുടെ മുന്നിൽ എന്തോ തീ കത്തുന്നതായി കാണാം. എന്താണെന്ന് നോക്കിയപ്പോൾ കസേരയിൽ ഒരാളെ കെട്ടിയിട്ട് ജീവനോടെ കത്തിക്കുകയായിരുന്നു ഇവർ. അയാൾ വേദനിച്ചു മരിക്കുമ്പോൾ ഐറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. ഇപ്പോൾ കഥ ഒരു വീടിനുള്ളിലേക്ക് പോകുന്നു. ഒരു തോക്ക് താഴെ വീണിരിക്കുന്നു. ഐറിൻ ഒരാളുമായി വഴക്കിടുകയാണ്. അയാൾ ഐറിന്റെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഭാഗ്യവശാൽ ഐറിൻ കട്ടിൽ അയാളുടെ മേൽ വീഴാനിടയാക്കി പെട്ടെന്ന് എഴുന്നേറ്റ് തോക്കെടുത്ത് കട്ടിലിനടിയിലുള്ള ആളെ കട്ടിലോടെ വെടിവെക്കുന്നു. ഇതൊരു സപ്രസർ പോലെ പ്രവർത്തിച്ചതിനാൽ ശബ്ദം അത്രയധികം പുറത്തേക്ക് കേട്ടില്ല. ഐറിൻ മരിച്ചുപോയ ആളുടെ വീട്ടിലാണുള്ളത്. അയാൾ ഒരു പെട്ടി പോലെയുള്ള ഒന്ന് സൂക്ഷിച്ചിരുന്നു. ആ പെട്ടി തുറന്നപ്പോൾ അതിൽ ധാരാളം സ്ത്രീകളുടെ മുടികൾ കാണാം. അതിൽ 1, 2, 3 എന്നിങ്ങനെ നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്പർ 12 എന്ന് രേഖപ്പെടുത്തിയ മുടിയെടുത്ത് ഐറിൻ നോക്കുന്നു. അവൾ വളരെ ദുഃഖിതയാണ്. കാരണം ഇത് അവളുടെ മകളുടെ മുടിയാണ്. ഐറിൻ ഇപ്പോൾ കൊന്നത് ഒരു സൈക്കോ കൊലപാതകിയെയാണ്. അടുത്ത ദിവസം ഐറിൻ ഒരു റെസ്റ്റോറന്റിലാണ്. നോക്കുമ്പോൾ ഇവർ കൊലപ്പെടുത്തിയ അതേ സൈക്കോ കൊലയാളി ആ റെസ്റ്റോറന്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇയാളെയാണല്ലോ ഇന്നലെ കൊന്നത്. എങ്ങനെയാണ് ഇയാൾ ജീവനോടെ വന്നത് എന്ന് നമ്മളും ആശയക്കുഴപ്പത്തിലാണ്, അല്ലേ? എന്നാൽ ഐറിൻ കൂളായി ആ റെസ്റ്റോറന്റിൽ ആ സൈക്കോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈക്കോയ്ക്ക് ഇവരെ തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റെസ്റ്റോറന്റിന്റെ ഉടമയായ ഒരു സ്ത്രീ വന്ന് എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഐറിനും ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നോട്ട് നോക്കിയപ്പോൾ ആ സൈക്കോ ജോലി തീർത്തിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതായി തോന്നി. അതുകൊണ്ട് ഐറിൻ ഇല്ലില്ല, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ടിപ്സ് മാത്രം കൊടുത്തിട്ട് താങ്ക് യു ടാബ് എന്ന് പറഞ്ഞു പോകുന്നു. ഉടമസ്ഥയായ സ്ത്രീ ഞെട്ടി. എന്റെ പേര് എങ്ങനെയാണ് ഇവർക്കറിയുന്നത്? ജോലി തീർത്തിട്ട് ആ സൈക്കോ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ കാറിൽ നമ്മുടെ ഐറിൻ പിന്തുടർന്നു വരുന്നു. അയാൾ വീട്ടിനകത്ത് കയറിയ ഉടൻ തന്നെ ഇവരുടെ ബാഗിൽ നിന്ന് ആ സൈക്കോയുടെ വീട്ടിന്റെ താക്കോലുകൾ മുഴുവനും ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ബാക്ക് ഡോർ തുറന്ന് നിശബ്ദമായി ഇവർ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. വീട്ടിൽ പാത്രവും കഴുകാതെ വീട് മൊത്തത്തിൽ വൃത്തിഹീനമായി കിടക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഐറിൻ പതിയെ ബെഡ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ സൈക്കോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഗൺ പോയിന്റിൽ പിടിക്കുന്നു. എന്തിനാണ് അവളെ തിരഞ്ഞെടുത്തത്? അവൾക്ക് വെറും 14 വയസ്സേ ആയിരുന്നുള്ളൂ. അവൾ എന്റെ മകളാണ്. അവളുടെ പേര് അന്ന. ഇതെങ്കിലും നിനക്കറിയാമോ? നിനക്കറിയാവുന്നത് മുഴുവൻ നമ്പറുകളാണല്ലോ. നമ്പർ 12. ഇപ്പോൾ മനസ്സിലായോ? അവളുടെ മുടി പോലും നീ ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ. നിന്നെ എത്ര തവണ കൊന്നാലും നിന്റെ മേലുള്ള ദേഷ്യം എനിക്കൊരു തരിമ്പ് പോലും കുറയുന്നില്ല എന്ന് പറഞ്ഞു വെടിവെക്കാൻ ശ്രമിക്കുന്നു. സൈക്കോ ഉടൻ തന്നെ ആരാണ് നീ, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ കത്തിയെടുത്തൊരു കുത്തുകുത്തി ഗണ്ണുപയോഗിച്ച് നെറ്റിയിൽ വെടിവെക്കുന്നു. അത്രയുള്ളൂ, സൈക്കോ തീർന്നു. അങ്ങനെ വീണ്ടും അയാളുടെ വീട്ടിലുള്ള ആ പെട്ടി തുറക്കുന്നു. നമ്പർ 12 എന്ന് രേഖപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ മുടി അതിലുണ്ടായിരുന്നു. അത് നമ്മുടെ ഐറിന്റെ മകൾ അന്ന എന്ന അവളുടെ മുടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്ത ദിവസമാകുന്നു. അതേ റെസ്റ്റോറന്റിൽ നമ്മുടെ ഐറിനുണ്ട്. ആ സൈക്കോ കൊലയാളി ആ റെസ്റ്റോറന്റ് കിച്ചണിൽ പാചകം ചെയ്യുന്ന ജോലി തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റാരോ വരുന്നു. ആ ഉടമസ്ഥയും വന്ന് കഴിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കിച്ചണിൽ മറ്റാരോ ആണ് ജോലി ചെയ്യുന്നത്. എന്ത് മറ്റാരോ എന്നോ? അദ്ദേഹമാണല്ലോ 15 വർഷമായി ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഉടമ ചോദിക്കുന്നു. അത് ഐറിൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മാഡം ടേബിൾ വൃത്തിയാക്കട്ടെയോ എന്ന് ചോദിച്ച് ടേബിൾ വൃത്തിയാക്കാൻ വന്ന ക്ലീനറെ നോക്കിയപ്പോൾ അയാളായിരുന്നു ആ സൈക്കോ. ഐറിൻ ഭയന്നുപോയി. പെട്ടെന്ന് ഗണ്ണെടുത്ത് അയാളെ ആ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. പട്ടാപ്പകൽ റെസ്റ്റോറന്റിൽ അത്രയധികം ആളുകളുണ്ടായിരുന്നു. ഇതിനിടയിൽ അപ്പോഴാണ് ഫ്രീ ആയി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയ ഒരു പോലീസുകാരനും അകത്തേക്ക് വന്നത്. അദ്ദേഹം ഈ സംഭവം കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കൂ,
അനങ്ങരുത്, മര്യാദയ്ക്ക് ഗൺ താഴെയിടൂ എന്ന് പറയുന്നു. എന്നാൽ ഐറിൻ വേഗത്തിൽ ബാഗ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. പോലീസ് വെടിവെക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഐറിൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുണ്ടായിരുന്ന ഒരു കാർ എടുത്ത് ആ സ്ഥലത്ത് നിന്ന് വേഗത്തിൽ പോകുന്നു. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവളെ കണ്ടു. അതുകൊണ്ട് ആ പോലീസ് വഴി ഇൻഫർമേഷൻ പോയി അവൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത കാറിനെ പോലീസ് പിന്തുടരാൻ തുടങ്ങി. പോലീസ് പിന്നാലെ വരുന്നു. ഇതിനിടയിൽ മുന്നിലും വന്ന് ഇവിടെ തടഞ്ഞു. അതുകൊണ്ട് കാറിൽ നിന്നിറങ്ങി ഇടുങ്ങിയ വഴിയിലൂടെ ഓടാൻ തുടങ്ങിയ ഐറിൻ. അപ്പോൾ ഒരു ഹോട്ടലുണ്ട്. അതിലെ 12-ാം നമ്പർ റൂമിനുള്ളിൽ അവർ കയറി ലോക്ക് ചെയ്യുന്നു. പുറത്തു പോലീസ് നിൽക്കുകയാണ്. മാഡം, മര്യാദയ്ക്ക് പുറത്തുവരൂ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും എന്നു പറഞ്ഞ് തോക്കുമായി ഒരുപാട് പോലീസുകാർ നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഐറിൻ ആ റൂമിനുള്ളിലാണ്. ആ റൂമിനുള്ളിൽ ഒരു വിചിത്രമായ ഉപകരണമുണ്ട്. വേഗത്തിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് ആ ഉപകരണത്തിനുള്ളിൽ കയറി അതടച്ച് അകത്തുള്ള ബട്ടൺ അവർ അമർത്താൻ തുടങ്ങുന്നു. പുറത്തു പോലീസും വാതിൽ തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആ റൂം അകത്ത് നിന്ന് ബോംബ് പൊട്ടിയതുപോലെ തകർന്നു ചിതറുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തെറിച്ചു വീഴുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണ നിലയിലാകുന്നു. ആ റൂമിനുള്ളിൽ ആരുമില്ല. എന്നാൽ പെട്ടെന്ന് ഐറിൻ ഇരുന്ന ആ ബോക്സിൽ നിന്ന് അവൾ പുറത്തുവരുന്നു. അപ്പോഴാണ് നമുക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഈ ബോക്സ് ഒരു ടൈം ട്രാവൽ ഡിവൈസാണ്. ഈ ഉപകരണം ഉപയോഗിച്ച് സമയത്തിൽ മാത്രമല്ല മറ്റൊരു ലോകത്തേക്കും ഒരു പാരലൽ യൂണിവേഴ്സിലേക്കും പോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാം തുടക്കം മുതൽ കണ്ടതെല്ലാം ഐറിൻ ഓരോ പാരലൽ യൂണിവേഴ്സുകളിലേക്കും യാത്ര ചെയ്ത് ആ സൈക്കോ കൊലയാളിയെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവരുടെ മകൾ അന്നയെ കൊലപ്പെടുത്തിയത് ആ സൈക്കോ കൊലയാളിയാണ്. അതുകൊണ്ടാണ് ഓരോ യൂണിവേഴ്സിലും അവൾ അവനെ കൊല്ലുന്നത്. ഈ പാരലൽ യൂണിവേഴ്സുകൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചില മാറ്റങ്ങളുണ്ടാകും. ഒരു തവണ ആ സൈക്കോയെ എളുപ്പത്തിൽ കൊലപ്പെടുത്തും. മറ്റൊരു തവണ ആ സൈക്കോ അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ തന്നെ കൊന്നിട്ടുണ്ടാകും. മറ്റു ലോകങ്ങളിൽ റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഷെഫാണ് അയാൾ. എന്നാൽ കഴിഞ്ഞ ലോകത്തിൽ അയാൾ ഒരു ക്ലീനർ ആയിരുന്നിരിക്കാം. അങ്ങനെ ഓരോ ലോകത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. നേരത്തെ പോലീസിന്റെ കയ്യിൽ അകപ്പെടുമായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ടൈം മെഷീൻ ഉപയോഗിച്ച് ഇപ്പോൾ മറ്റൊരു റിയാലിറ്റിയിലേക്ക് വന്നു. അങ്ങനെ നമ്പർ 12 എന്ന് പേരുള്ളൊരു ഹോട്ടൽ റൂമിലാണല്ലോ അവളുടെ ടൈം മെഷീൻ ഉള്ളത്. അതുകൊണ്ട് വേഗത്തിൽ റിസപ്ഷനിലേക്ക് പോയി റൂം നമ്പർ 12 തുറന്നിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം വെച്ചു. ആ റൂം ഞാൻ തന്നെ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആ റൂം ബുക്ക് ചെയ്യുന്നു. പിന്നെ തിരിച്ചു റൂമിലേക്ക് വന്നു. അവിടെ ഒരുപാട് താക്കോലുകൾ ഉണ്ടാകുമല്ലോ. അതിൽ ഹോം എന്നെഴുതിയ താക്കോലെടുത്ത് ഐറിൻ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ നോക്കുമ്പോൾ ആ വീട്ടിൽ ആരെയും കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നോ? ഐറിൻ ഇപ്പോൾ ഒരു പാരലൽ യൂണിവേഴ്സിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും അവളെപ്പോലെ ഒരു ഐറിൻ ഉണ്ടാകുമല്ലോ. എന്നാൽ അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ നേരെ അകത്തുകയറി ഫ്രഷായിട്ട് വളരെ സങ്കടത്തിൽ ആ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഐറിൻ നേരെ ഒരു വ്യക്തിയെ കാണാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോനാഥൻ. അയാളുടെ അടുത്ത് ചെന്ന് ഐറിൻ സിഗരറ്റ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ സിഗരറ്റ് ഉപേക്ഷിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ നിക്കോട്ടിൻ ചൂയിംഗമുണ്ട്. ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ശീലം ഉപേക്ഷിക്കുന്നവരാണ് ഈ നിക്കോട്ടിൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഐറിൻ അത് വാങ്ങിച്ചിട്ട് ഇയാളെ അറിയാവുന്നതുപോലെ സംസാരിക്കുന്നു. ശരി, എന്റെ കൂടെ ബാറിലേക്ക് വരൂ എന്ന് വിളിച്ചു. ഇയാളും കൂടെ പോകുന്നു. രണ്ടുപേരും ബാറിലിരുന്നു മദ്യപിക്കുന്നു. ജോനാഥൻ അയാളെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ഐറീനും എനിക്കൊരു മകളുണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇതൊക്കെ ഒരുപാട് കാലം മുൻപ് നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ആ ജോനാഥനോട് മനസ്സു തുറന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു പ്രായമായ സ്ത്രീ, ഐറീൻ, ഇത് നീയാണോ? ഞാൻ നിന്റെ സ്കൂൾ ടീച്ചറാണ്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഐറീൻ ഭയന്നു പോകുന്നു. കാരണം ഇവർ മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്നവളാണ്. ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ എന്നെ മറ്റാരാണോ എന്ന് കരുതിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മുഖം പോലും നോക്കാതെ ഐറീൻ പ്രതികരിക്കുന്നു. ഉടൻ തന്നെ ആ ടീച്ചറുടെ കൂടെയുള്ളവർ, അമ്മ, തീർച്ചയായും അത് ഐറീൻ ആയിരിക്കില്ല, അവൾ നമ്മളെല്ലാവരെയും വിട്ടുപോയി എന്ന് പറഞ്ഞ് ആ ടീച്ചറെ സമാധാനിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ റിയാലിറ്റിയിലുണ്ടായിരുന്ന ഐറീൻ മരിച്ചുപോയി എന്നാണ്. എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ നിന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും എന്ന് കരുതി ഐറീൻ പുറത്തിറങ്ങുന്നു. കൂടെ ജോനാഥനും വരുന്നു. രണ്ടുപേരും ഒരു കാറിലാണ്. അപ്പോഴാണ് ജോനാഥൻ, എന്നെക്കുറിച്ച് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഐറീൻ സത്യം പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ, ഞാൻ നിന്നെ ഇതിനു മുൻപ് 100 തവണയിലധികം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മകളെ കൊന്ന സൈക്കോയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ ഓരോ റിയാലിറ്റികളിലൂടെയും സഞ്ചരിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു റിയാലിറ്റിയിൽ അവൻ എൻ്റെ മകളെ കൊന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എല്ലാ റിയാലിറ്റികളും ഒരുപോലെയാണ്. ഈ സമയത്താണ് ഞാൻ ജോനാഥനെ കണ്ടുമുട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു റിയാലിറ്റിയിൽ നീയും ഞാനും 2 മാസം തുടർച്ചയായി ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. നിനക്കറിയാമോ എന്ന് ചോദിച്ച് ആ റിയാലിറ്റിയിലെടുത്ത ഫോട്ടോകളെല്ലാം കാണിക്കുന്നു. ഇവിടെ ജോനാഥനും ഞെട്ടുന്നു. അങ്ങനെ അടുത്ത ദിവസമായി.
ഐറീൻ വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ അവൾ കാത്തിരിക്കുന്നു. എന്നാൽ അവിടെ ആ സൈക്കോ കൊലപാതകി വന്നില്ല. ഈ പേരുള്ള ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഐറീൻ ചോദിച്ചപ്പോൾ, ഓ അവനോ, ഇന്നവന് സുഖമില്ലെന്ന് പറഞ്ഞ് ലീവ് എടുത്തുപോയി എന്നവർ പറയുന്നു. അങ്ങനെ പകല് കൊന്നാൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന് കരുതി രാത്രി വരെ കാത്തിരുന്ന് ആ സൈക്കോയുടെ വീടിന്റെ ബാക്ക് ഡോർ വഴി അകത്ത് കയറാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ വീട്ടിൽ സൈക്കോ ഇല്ല. അയാൾ പുറത്തു പോയിട്ടുണ്ടാകണം. അങ്ങനെ അയാൾ വന്നാൽ കൊല്ലാം എന്ന് കരുതി ഇവൾ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ആ ബോക്സ് തുറന്ന് അവളുടെ മകളുടെ മുടിയും എടുക്കുന്നു. അങ്ങനെ അയാൾ വരുമെന്ന് കരുതി ഒളിച്ചിരിക്കുമ്പോൾ വീട്ടിൽ ആരോ ഉള്ളതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഐറീൻ ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോകുകയാണ്. കാരണം ആ സൈക്കോ കൊലപാതകി അടുത്ത ഇരയായി ഒരു പെൺകുട്ടിയെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഐറീനെ കണ്ടയുടൻ എന്നെ വെറുതെ വിടൂ പ്ലീസ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് കുപ്പികൾ എടുത്ത് അടിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ പുറകിലെ വാതിൽ തുറന്ന് ആ സൈക്കോ കൊലയാളി അകത്തേക്ക് വരുന്നു. കെട്ടിയിട്ടിരുന്ന ആ പെൺകുട്ടിയും ഭയപ്പെടുന്നു. പെട്ടെന്ന് ഐറിൻ ആ സൈക്കോയെ നോക്കി വെടിവെക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ സൈക്കോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടിപ്പോകുന്നു. ഐറിൻ അയാളെ പിന്തുടരാതെ കെട്ടിയിട്ടിരുന്ന ആ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കി, നീ വിഷമിക്കണ്ട, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി റെസ്റ്റോറന്റിൽ ഭക്ഷണം വാങ്ങി നൽകുകയാണ്. പാവം ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത്ര വേഗത്തിലാണ് അവൾ കഴിക്കുന്നത്. ശരി, നിന്റെ പേരെന്താണ്? നിന്റെ അച്ഛനമ്മമാരെവിടെയാണെന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയി വിടാം. എന്റെ പേര് മിയ. എനിക്ക് അച്ഛനമ്മമാരില്ല. എന്നെയപ്പോ എവിടെയാണ് കൊണ്ടുപോയി വിടുക? ഞാനൊരു ഓർഫനേജിലാണ് താമസിച്ചിരുന്നത്. അവിടെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവിടുന്ന് എങ്ങനെയോ പുറത്തിറങ്ങി ഈ ആളുടെ കയ്യിലകപ്പെട്ടു. ഇനി വീണ്ടും അവൻ എന്നെ പിടിച്ചാൽ ഞാൻ എന്തു ചെയ്യും? നീ വിഷമിക്കണ്ട, ഇന്ന് രാത്രി തന്നെ ഞാൻ അവനെ തീർക്കും. കാരണം ആ സൈക്കോ എവിടെയെല്ലാം പോകുമെന്നെനിക്കറിയാം. ഇപ്പോൾ അയാൾ എക്കോ കാന്യൻ എന്ന സ്ഥലത്തായിരിക്കും പോയി താമസിക്കുന്നത്. നേരെ പോകുന്നു, അവനെ തീർക്കുന്നു. ഓക്കെ. ഓ അങ്ങനെയാണോ? എന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെയോ? ഇങ്ങോട്ട് നോക്കൂ മിയ, അത് വളരെ അപകടകരമാണ്. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങൾ പറയൂ. നിനക്കെന്തെങ്കിലും പണം വേണമെങ്കിൽ എന്റെ ബാഗിൽ പണമുണ്ട്. എത്രയാണോ വേണ്ടത് അതെടുത്തോളൂ. അങ്ങനെ മിയയും പണം എടുത്തിട്ട് ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ഐറിൻ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ മിയ വേഗത്തിൽ ഓടിപ്പോകുന്നത് കണ്ടോ? ഐറിന് സംശയമായി. ഉടൻ തന്നെ ബാഗ് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ പെൺകുട്ടി പണം മാത്രമല്ല എടുത്തത്, അവർ വെച്ചിരുന്ന തോക്കും അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐറിൻ വേഗത്തിൽ മിയയെ പിടിക്കാൻ പോകുന്നു. എന്നാൽ മിയ എവിടെ പോയെന്നറിയില്ല. അടുത്ത ദിവസമായി തോക്കടിച്ചു മാറ്റിയ നമ്മുടെ മിയ ആ സൈക്കോയെ സ്വന്തം കൈകളാൽ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് അത് എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇവൾക്ക് തോക്ക് ശരിയായി ഉന്നം നോക്കി വെടിവെക്കാൻ പോലും അറിയില്ല. അതുകൊണ്ടൊരു സോഡാ കാൻ വെച്ച് അത് വെടിവെച്ച് പരിശീലിക്കാമെന്ന് നോക്കിയപ്പോൾ തോക്ക് വർക്കാകുന്നില്ല. കാരണം അകത്ത് വെടിയുണ്ടേ ഉണ്ടായിരുന്നില്ല. ഇതെന്താണെന്ന് പറഞ്ഞ് വെടിയുണ്ട വാങ്ങാനായി ഒരു വലിയ കടയിൽ പോകുന്നു. ഗൺ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ തോക്ക് വാങ്ങാൻ കഴിയൂ. ഈ കുട്ടിക്കാണെങ്കിൽ തോക്ക് പിടിക്കാൻ പോലും അറിയില്ല. എങ്ങനെയാണ് ലൈസൻസ് ഉണ്ടാകുക? എന്നാൽ ഇതിനകം ലൈസൻസ് ഉള്ളവർ വെടിയുണ്ടകൾ വാങ്ങിക്കൊണ്ടുവരുമല്ലോ. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന ഒരാളുടെ കാർഡിൽ നിന്ന് വെടിയുണ്ട അടിച്ചുമാറ്റി വേഗത്തിൽ ഓടിപ്പോകുന്നു. അതിനുശേഷം റോഡിൽ നിന്നുകൊണ്ട് പോകുന്നവരോടെല്ലാം ലിഫ്റ്റ് ചോദിക്കുന്നു. കാരണം ഇവൾക്ക് ആ എക്കോ കാന്യണിലേക്ക് പോകണം. അവിടെയായിരിക്കും ആ സൈക്കോ കൊലയാളി ഉണ്ടാകുക. അങ്ങനെ ഒരു ട്രക്ക് ഓടിച്ചു വന്ന സ്ത്രീ, മോൾ എന്റെ വണ്ടിയിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് ലിഫ്റ്റ് നൽകുന്നു. അങ്ങനെ വളരെ നേരം ട്രക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്കോ കാന്യന് മുൻപായി ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ആ ട്രക്ക് ഡ്രൈവറും മിയയും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ആ ട്രക്ക് ഡ്രൈവർ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ മിയ ഒന്നും പറയുന്നില്ല. എന്തു പറയാനാണ്? താനിതുപോലൊരാളെ കൊല്ലാൻ പോകുകയാണെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഒന്നിനും മറുപടി പറയാതെ വന്ന കാര്യമായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ റെസ്റ്റോറന്റിലേക്ക് നമ്മുടെ ഐറിൻ വരുന്നു. ഐറിനെ കണ്ട മിയയും അയ്യോ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് പറഞ്ഞവൾ പരിഭ്രമിക്കുന്നു. ട്രക്ക് ഡ്രൈവറും എന്തുപറ്റി മോളെ നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് മിയ പറയുന്നു. ബാത്റൂമിൽ പോകുന്നതിന്റെ മറവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഐറിൻ മിയയെ പിടികൂടുന്നു. നീ അവനെ കൊല്ലാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൃത്യമായി പിടിച്ചത്. ഇങ്ങോട്ട് നോക്കൂ, തോക്ക് നിന്റെ കയ്യിലിരിക്കുന്നത് സുരക്ഷിതമല്ല. എന്റെ കയ്യിലത് തരൂ. എന്നാൽ മിയ കഴിയില്ലെന്ന് പറയുമ്പോൾ അവിടെ ആ ട്രക്ക് ഡ്രൈവർ വന്ന്, ഓ ഇതിനാണോ മോളെ നീ പേടിച്ചത്? ഇവൾ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ? ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് 911ലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് വന്നാൽ മിയയുടെ കയ്യിൽ തോക്കുള്ള കാര്യം കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ട് അയ്യോ പോലീസ് വേണ്ട, അതെന്റെ ആന്റിയാണ്, ഒരുപാട് കാലം കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് തിരിച്ചുവരാതെ പേടിച്ചു പോയതാണെന്ന് മിയ പറഞ്ഞിട്ടും നീ എന്തോ കള്ളം പറയുകയാണെന്ന് തോന്നുന്നു മോളെ, എനിക്കിത് ശരിയായൊന്നും തോന്നുന്നില്ല, ഞാൻ പോലീസിനെ വിളിക്കാം എന്നവർ പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ വിളിച്ച് പോലീസ് വന്നാൽ ഹൈവേയിൽ കാണുന്ന ചെറിയ കുട്ടികളെ ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോകുകയാണെന്ന് ഞാൻ നിങ്ങളുടെ പേരിൽ പരാതിപ്പെടും. എടി ദുഷ്ടേ, നിനക്ക് ലിഫ്റ്റ് തന്നതൊരു കുറ്റമാണോ? അങ്ങനെ പോലീസിനെ വിളിക്കാതെ ട്രക്ക് ഡ്രൈവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഐറിൻ മിയയെ കൂട്ടി സ്വന്തം വണ്ടിയിൽ കയറ്റി, ഇങ്ങോട്ട് നോക്കൂ മിയ, എന്റെ തോക്ക് തരൂ, ഞാൻ ആ സൈക്കോയെ നോക്കിക്കോളാം, നീ സുരക്ഷിതമായി ഹോമിലേക്ക് പോക്കോളൂ. അതൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ വേണമെങ്കിൽ തോക്ക് തരാം, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു.
ഐറിന് മറ്റു വഴിയൊന്നും കാണാതെ ശരി ഓക്കെ തോക്ക് തരൂ, പക്ഷെ ഇങ്ങോട്ട് നോക്കൂ, എന്റെ കൂടെയുണ്ടായിരുന്നിട്ട് മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാവൂ, മനസ്സിലായോ? മിയയും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ആ സൈക്കോയെ കൊല്ലാൻ പുറപ്പെടുന്നു. ആ എക്കോ കാന്യണിൽ എത്തുന്നതിനു മുൻപ് വണ്ടിക്ക് പെട്രോൾ അടിച്ച് അവിടുത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ അകത്തേക്ക് കയറുമ്പോൾ ഈ മിയ എന്ന പെൺകുട്ടി ശരിയായൊരു കള്ളിയെപ്പോലെ അവിടെ നിന്നൊരു വൈൻ കുപ്പി അടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ മിയയെ കാണാനില്ല എന്ന് മിസ്സിംഗ് പോസ്റ്റർ കാണുന്നത്. അങ്ങനെ മിയ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കടയിൽ ജോലി ചെയ്യുന്നയാൾ മിയയെ പിടിക്കുന്നു. എന്താണ് നീ ചെയ്യുന്നത്? ഈ വൈൻ കുപ്പിയുടെ വില എത്രയാണെന്ന് നിനക്കറിയുമോ? നീ ഇത് അടിച്ചു മാറ്റുകയാണോ? അത് ഞാൻ അറിയാതെ എടുത്തതാണെന്ന് അവൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഐറിൻ അവിടേക്ക് വരുന്നു. ശരി സർ, ഒരു ചെറിയ കുട്ടിയല്ലേ, അറിയാതെ ചെയ്തതാണ്, ക്ഷമിച്ചുകൂടെ? ക്ഷമിച്ചുകൂടെയെന്നോ? ഇപ്പോൾ ക്ഷമിച്ചാൽ ഇതേ പണി അവൾ മറ്റൊരു കടയിൽ പോയി ചെയ്യും. ഇതിനൊക്കെ ശിക്ഷ നൽകണം എന്ന് പറഞ്ഞ് അയാൾ പോലീസിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ അതാ സൈക്കോ കൊലയാളിയായിരുന്നു. ഐറിൻ വെറുതെ വിടുമോ? പെട്ടെന്ന് തോക്കെടുത്ത് ആ സൈക്കോയെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. അയാൾ കടയ്ക്കുള്ളിൽ ഒളിക്കുന്നു. മറുപടിയായി അയാളും വെടിവെക്കുന്നു. ഇവർ ബില്ലിംഗ് കൗണ്ടറിന് പിന്നിൽ ഒളിക്കുന്നു. കടയിൽ ജോലി ചെയ്യുന്നയാളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ടായിരുന്നിരിക്കണം. അതെടുത്ത് ആ സൈക്കോയെ വെടിവെക്കാൻ നോക്കിയപ്പോൾ സൈക്കോയുടെ വെടിയേറ്റ് അയാൾ അവിടെ തന്നെ മരിക്കുന്നു. അങ്ങനെ അയാളുടെ തോക്ക് നമ്മുടെ ഐറിൻ എടുത്ത് ഫൈറ്റിന് തയ്യാറെടുക്കുന്നു. എന്നാൽ മിയ ഇവിടെ നിന്നാൽ വളരെ അപകടകരമാണ്. മിയ, നീ പതിയെ ഒളിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് പോകൂ, നമ്മുടെ ട്രക്കിന് പിന്നിലേക്ക് പൊക്കോ. അത് കേട്ട് മിയയും അവിടെ നിന്ന് പതിയെ രക്ഷപ്പെടാൻ തുടങ്ങുന്നു. നമ്മുടെ ഐറിനും ആ സൈക്കോയുമായി കടുത്ത പോരാട്ടമാണ്. ആ കടയുടമ പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പോലീസും കടയിലെത്തുന്നു. ഇത് മനസ്സിലാക്കിയ സൈക്കോ എന്താണ് ചെയ്യുന്നതെന്നാൽ തോക്കെല്ലാം വലിച്ചെറിഞ്ഞ് പുറത്തു വന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. സർ, കടയ്ക്കുള്ളിലൊരു സ്ത്രീയുണ്ട്, ആരെ കണ്ടാലും വെടിവെക്കുകയാണ് സർ, അവളെ പിടിക്കൂ എന്ന് പറഞ്ഞ് അയാൾ നമ്മുടെ ഐറിനെ കൊടുക്കുന്നു. എന്നാൽ ഐറിൻ പിന്നിലൂടെ വന്ന് ഷോട്ട് ഗൺ ഉപയോഗിച്ച് ആ സൈക്കോയെ വെടിവെച്ചു കൊല്ലുന്നു. പോലീസും ഐറിൻ വളരെ അപകടകാരിയാണെന്ന് കരുതി പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഐറിനും പിടികൊടുക്കാതെ വേഗത്തിൽ ഓടിപ്പോയി അവരുടെ ട്രക്കിന് പിന്നിൽ കയറുന്നു. അവിടെ മിയയുമുണ്ട്. നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ കുടുങ്ങി, അത്രയുള്ളൂ എന്ന് മിയ പറയുമ്പോൾ ആ ട്രക്കിലാണ് ടൈം ട്രാവൽ ചെയ്യുന്ന ആ പെട്ടിയുള്ളത്. വേഗം എൻ്റെ കൂടെ വരൂ എന്ന് മിയയെ കൂട്ടി ആ പെട്ടിക്കുള്ളിൽ കയറി അടച്ചു ബട്ടൺ അമർത്തിയ ഉടൻ തന്നെ ആ ട്രക്ക് ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. ഇവർ ആ റിയാലിറ്റിയിൽ നിന്ന് സഞ്ചരിച്ച് മറ്റൊരു റിയാലിറ്റിയിലേക്ക്, കൃത്യമായി അതേ സ്ഥലത്തേക്കാണ് വരുന്നത്. എന്നാൽ ആ റിയാലിറ്റിയിൽ ട്രക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പെട്ടി പെട്രോൾ പമ്പിനടുത്തുള്ള തറയിലേക്ക് വീഴുന്നു. പെട്ടിക്കുള്ളിലിരുന്ന് മിയ വളരെ ഭയന്നു പോകുന്നു. ഇതിനുള്ളിൽ ഇരുന്നാൽ നമ്മളെ പിടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട, എല്ലാം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പെട്ടി തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്നു. മിയ പുറത്തു വന്ന് കണ്ടയുടൻ ഇവിടെയുണ്ടായിരുന്ന പോലീസുകാരെല്ലാം എവിടെ പോയി എന്ന ആശയക്കുഴപ്പത്തിലാകുന്നു. പതിയെ ആ കടയിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ മരിച്ചുപോയ ആ കടയുടമ എന്താണ് മോളെ, എന്താണ് വാങ്ങാൻ വന്നത്, എന്തെങ്കിലും വേണോ, സ്പെഷ്യൽ ഓഫർ വേറെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. മരിച്ചുപോയ ഇയാൾ എങ്ങനെ ജീവനോടെ വന്നു എന്നിവർക്കിപ്പോഴും ഞെട്ടലായി. നമ്മുടെ ഐറിൻ ആ ടൈം ട്രാവൽ ഡിവൈസ് എടുത്തു കൊണ്ടുപോകാനായി ഒരു ട്രക്ക് ശരിയാക്കി അതിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. മിയയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്? മരിച്ചുപോയ ആ കടയുടമ എങ്ങനെ ജീവനോടെ വന്നു? പോലീസുകാരെല്ലാം എവിടെ പോയി? ഈ ഉപകരണം മരിച്ചുപോയവർക്ക് ജീവൻ നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇത് ചെയ്യില്ല. ഒരു റിയാലിറ്റിയിൽ നിന്നും മറ്റൊരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഉണ്ടായിരുന്ന റിയാലിറ്റിയിൽ ആ കടയുടമ മരിച്ചുപോയിരുന്നു. പോലീസ് നമ്മളെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ മെഷീൻ വഴി നമ്മൾ മറ്റൊരു റിയാലിറ്റിയിലേക്ക് വന്നു. ഈ റിയാലിറ്റിയിൽ അത്തരമൊരു സംഭവവും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ കടയുടമ ജീവനോടെയുള്ളത്. പോലീസും അവരുടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ലോകം പോലെ മറ്റൊരു ലോകമോ? അപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുക വരുന്നതായി കാണുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ അവരുടെ ഡിവൈസിൽ നിന്നാണ് പുക വരുന്നത്. ആ ടൈം മെഷീനിലെ ഒരു ഭാഗം കേടായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഭാഗം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ ടൈം മെഷീൻ പ്രവർത്തിക്കൂ. അതുകൊണ്ട് അന്ന് രാത്രി ഇവരൊരു ഹോട്ടലിൽ താമസിക്കുന്നു. ഈ മെഷീൻ ഉപയോഗിച്ച് എന്തിനാണ് നിങ്ങൾ ഓരോ ലോകങ്ങളിലേക്ക് പോകുന്നത്? കാരണം നിന്നെ തട്ടിക്കൊണ്ടുപോയ അതേ സൈക്കോയാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭൂതകാലത്തേക്ക് പോയി എൻ്റെ മകളെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇതിന് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയില്ല. മറ്റ് യൂണിവേഴ്സുകളിലേക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ ലോകത്തിൽ അവനെ കൊന്നിട്ട് അതിനുശേഷം ഈ മെഷീൻ ഉപയോഗിച്ച് ഓരോ ലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ലോകത്തിലും ആ സൈക്കോ ഉണ്ടാകും. അവനെയും കൊല്ലണം. ഇത് കേട്ട മിയയും ഞാനും നിങ്ങളെ സഹായിക്കാം പ്ലീസ് എന്ന് പറയുന്നു. എന്നാൽ മിയ, ഇതെത്രമാത്രം അപകടകരമായ കാര്യമാണെന്ന് കഴിഞ്ഞ ലോകത്ത് തന്നെ നിനക്ക് മനസ്സിലായില്ലേ? എന്നാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല. ചെറുപ്പം മുതൽ എന്നെ ദുരുപയോഗിച്ച് കഷ്ടപ്പെടുത്തി അച്ഛനമ്മമാരില്ലാതെ ഞാനൊരു ഹോമിലാണ് വളർന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എനിക്ക് എതിർത്ത് പോരാടണം എന്ന ആഗ്രഹമുണ്ട്. പ്ലീസ് ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞപ്പോൾ ഐറിനും ശരി വരൂ, പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ ടൈം മെഷീൻ ശരിയാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് കുടുങ്ങിപ്പോകും എന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ നോക്കാൻ തുടങ്ങുന്നു. എന്താണ് ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
കാരണം എല്ലാ ലോകങ്ങളിലും ഈ മെഷീനിനായുള്ള ഭാഗങ്ങൾ വെച്ചിട്ടുള്ള സ്മഗ്ലർമാരുണ്ടാകും. സാധാരണ കാണുമ്പോൾ പരസ്യം പോലെ തോന്നും, പക്ഷെ അതൊരു രഹസ്യ സന്ദേശമാണ്. ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയൂ എന്ന് പറഞ്ഞ് ഒരു പരസ്യം നോക്കി അവരൊരു നമ്പറിലേക്ക് വിളിക്കുന്നു. ഫോൺ എടുത്ത ആളുകൾ ഒരു ലൊക്കേഷൻ നൽകി അവിടെ വരാൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ ടൈം മെഷീനുമായി ആ ലൊക്കേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു. നഗരത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ആളനക്കമില്ലാത്ത ഒരിടം. ആ സ്ഥലത്ത് ക്യാമറ മാത്രമുണ്ട്. അങ്ങനെ ഐറിനും ചെന്ന്, എൻ്റെ പേര് ഐറിൻ, ഞാൻ യൂണിവേഴ്സ് 00യിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എൻ്റെ മെഷീനിൽ ഫ്യൂവൽ കോർ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ വരുന്നു. ശരി, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഇവരെ ഒരു ബങ്കറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അയാൾ മാത്രമല്ല, മറ്റൊരു സ്ത്രീയും വരുന്നു. അവർ വിശദീകരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ ബങ്കർ ഒരു വലിയ ടൈം മെഷീൻ പോലെയാണ്. ഇതുപോലുള്ള മെഷീനുകളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഓരോ യൂണിവേഴ്സുകളിലേക്കും യാത്ര ചെയ്ത് അവരെ സഹായിക്കുന്ന സ്മഗ്ലർമാരാണ്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇത് തന്നെയല്ലേ എന്ന് ചോദിച്ച് ആ ഭാഗം കാണിക്കുന്നു. എന്നാൽ ഇതിനെങ്ങനെ നോക്കിയാലും $15,000 ആകും. എന്ത്, $15,000? എനിക്ക് ഈ മെഷീനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിന് $1,000 പോലും വരില്ല. ഞാൻ മറ്റ് സ്മഗ്ലർമാരെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ, എന്തിനാണ് നിങ്ങൾ ധൃതി കാണിക്കുന്നത്? ശരി, കുറച്ചുകൂടി കൂടുതൽ നൽകൂ എന്ന് ചോദിക്കുമ്പോൾ ഐറിൻ $2,000 നൽകുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അത് വാങ്ങി പുറത്തുപോയി. പക്ഷെ നമ്മുടെ ഐറിനെയും മിയയെയും ആ ബങ്കറിൽ തന്നെ അവർ അടച്ചിടുകയാണ്. ആ ബങ്കർ ഒരു ടൈം മെഷീനാണല്ലോ, അതിവരെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഐറിൻ്റെ കയ്യിലുള്ള ആ മെഷീൻ കുറച്ച് ചെറുതാണ്, അത് ട്രക്കിലോ കാറിലോ ഇട്ട് കൊണ്ടുപോകാം. എന്നാൽ ആ ബങ്കറിനെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് വേഗത്തിൽ അതിൽ നിന്ന് പുറത്തു വരുന്നു. ഭാഗ്യവശാൽ അവർ പുറത്തു വന്നതിന് ശേഷമാണ് ആ ബങ്കർ അവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുന്നത്. ഇതുപോലൊരു ടൈം മെഷീനോ അല്ലെങ്കിൽ ടൈം ബങ്കറോ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു ബോംബ് പൊട്ടിയതുപോലുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ബങ്കർ പൊട്ടിത്തെറിച്ച് ചിതറുന്നതുപോലെ കാണുന്നത്. എന്നാൽ ഐറിനും മിയയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ഇവരുടെ ടൈം മെഷീൻ അടിച്ചുമാറ്റാൻ നോക്കിയപ്പോൾ ആ സ്മഗ്ലർമാർ പിടിക്കുന്നു. ആ സ്ത്രീ നമ്മുടെ മിയയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കാൻ നോക്കിയപ്പോൾ മിയ കൈ കടിച്ചു. എന്നിട്ട് അവരുടെ കത്തിയെടുത്ത് മുഖത്ത് കുത്തി. ആ സ്ത്രീ വേദനയിൽ പുളയുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഐറിൻ അവിടെ എത്തി ആ സ്മഗ്ലർമാരിലെ ഒരാളെ വെടിവെച്ചു. അടുത്തത് ആ സ്ത്രീയെയും വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ മിയ പറഞ്ഞു, വേണ്ട ഐറിൻ, അവരെ വിട്ടേക്കൂ. ഇപ്പോൾ ആ കേടുവന്ന ഭാഗങ്ങൾക്കായി മറ്റൊരു സ്മഗ്ലറെ ബന്ധപ്പെടണമെന്ന് ഐറിൻ പറയുമ്പോൾ മിയ പറയുന്നു, ഞാൻ ആ പാർട്ട് അവരിൽ നിന്ന് എടുത്തു. ഇപ്പോൾ ഈ ഭാഗം കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതിനാൽ പ്രശ്നമില്ല. ഇവൾക്ക് ഇപ്പോൾ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും താമസിക്കണം. അതിനാൽ ഐറിൻ ഈ ലോകത്തിലെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. കൂടാതെ മിയയോട് പറയുന്നു, എല്ലാ ലോകങ്ങളിലും ഈ വീട് ഒഴിഞ്ഞുകിടക്കുകയാണ്. കാരണം എൻ്റെ മകൾ മരിച്ചതിന് ശേഷം അവളുടെ ഓർമ്മകൾ ഈ വീട്ടിലുണ്ടാകുമെന്നും ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ലെന്നും ഞാൻ തീരുമാനിച്ചു. വേറെ എവിടെയെങ്കിലും താമസിക്കും. അതുകൊണ്ട് അകത്താരും കാണില്ല. വാ പോകാം എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൻ്റെ അകത്തേക്ക് പോകുന്നു. താക്കോൽ അവരുടെ കൈവശമുണ്ട്. മിയ ഫ്രഷ് ആകുന്നു. ഐറിൻ ആ മെഷീനിൻ്റെ പാർട്ട് ശരിയാക്കാനുള്ള ജോലി ചെയ്യുന്നു. അപ്പോഴാണ് മിയ ആ വീട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾക്ക് കൊടുക്കുന്ന ഒരു കാർഡ് കാണുന്നത്. ഈ ലോകത്തിലെ ഐറിൻ മരിച്ചുപോയെന്നും അതിൻ്റെ അനുസ്മരണവും എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട മിയ ഞെട്ടിപ്പോകുന്നു. കൂടാതെ വീടിൻ്റെ ഫാൻ വളഞ്ഞ നിലയിലായിരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ഐറിൻ എന്ത് ചെയ്തിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. അവൾ സ്വയം ജീവനൊടുക്കി. ഇത് മിയ ഐറിനോട് ചോദിക്കുമ്പോൾ, എൻ്റെ മകൾ മരിച്ചതിൻ്റെ ദുഃഖം എത്ര വലുതാണെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന എല്ലാ ലോകങ്ങളിലും ആ ലോകത്തിലെ ഞാൻ മരിച്ചുപോയത്. അതെ, ചോദിക്കുന്നതിൽ തെറ്റൊന്നും വിചാരിക്കരുത്. പക്ഷെ അവരെപ്പോലെ അല്ല നിങ്ങൾ. നിങ്ങൾ മരിച്ചില്ലല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ യൂണിവേഴ്സ് 0യിലാണ്. എൻ്റെ യൂണിവേഴ്സിൽ മാത്രമാണ് ഈ ടൈം മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനാൽ എനിക്കൊരു ഓപ്ഷനുണ്ട്. എനിക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാം. അവിടെ എൻ്റെ മകൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ കൊലയാളിയെ വീണ്ടും വീണ്ടും കൊല്ലാൻ കഴിയും. സോ മറ്റു ലോകത്തുള്ള ഐറിനുകൾക്ക് ഈ ടൈം ട്രാവൽ ഉപകരണം എന്നൊന്നറിയില്ല. അതുകൊണ്ടാണ് അവരെല്ലാം മരിച്ചുപോയത്. ഉടൻ മിയ പറയുന്നു, ഓരോ ലോകത്തും തെറ്റൊന്നും ചെയ്യാത്ത നിങ്ങൾ മരിക്കുന്നു. എന്നാൽ എല്ലാ തെറ്റുകളും ചെയ്യുന്ന ആ സൈക്കോ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? അവനെ വെറുതെ വിടാൻ പാടില്ല. ഒരു യൂണിവേഴ്സിലും അവൻ മരിക്കണം. ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് മിയ പറയുന്നു. ഐറിൻ ആരുമില്ല. എന്നാൽ ഇപ്പോൾ മിയ ഉണ്ട് എന്നതിൽ അവൾക്ക് വളരെ സന്തോഷമുണ്ട്. മിയ ഉറങ്ങുമ്പോൾ ഐറിൻ രഹസ്യമായി ആ സൈക്കോയെ കൊല്ലാൻ പോകുന്നു. അവരുടെ വീട്ടിലേക്ക് പോകുകയാണ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ സൈക്കോ വീട്ടിലുണ്ടായിരുന്നില്ല. ശരി, ആ പെട്ടിയിൽ നിന്ന് അവളുടെ മകളുടെ മുടിയെടുക്കാമെന്ന് കരുതി പോയപ്പോൾ
നോക്കിയപ്പോൾ 12 എന്നതിന് പകരം 13 എന്നെഴുതിയ മറ്റൊരു പെൺകുട്ടിയുടെ മുടിയുണ്ടായിരുന്നു. ആരായിരിക്കും അവൾ എന്നാലോചിച്ച് ബാത്റൂമിൽ പോയപ്പോഴാണ് ഈ ലോകത്തിലെ നമ്മുടെ മിയയെ അവിടെ മരിച്ച നിലയിൽ കാണുന്നത്. അപ്പോൾ ആ സൈക്കോ നമ്മുടെ ഐറിന്റെ മകളെ കൊന്നത് മാത്രമല്ല, അടുത്തതായി ഈ ലോകത്തിലെ മിയയെയും കൊന്നിട്ട് കറങ്ങി നടക്കുകയാണ്. എന്താണെന്നറിയില്ല, മരിച്ച ഈ ലോകത്തിലെ മിയയെ കണ്ടയുടൻ ഐറിന്റെ മനസ്സ് വല്ലാതെയായി. ആ സൈക്കോയെ തിരക്കാതെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അടുത്ത ദിവസം ഐറിനും മിയയും ഒരു റെസ്റ്റോറന്റിലിരിക്കുമ്പോൾ ഐറിനൊരു കാര്യം പറയുന്നു. നോക്കൂ, ടൈം മെഷീൻ ശരിയായിട്ടുണ്ട്. അതിനാൽ അതുപയോഗിച്ച് നമുക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാം. അവിടെ നിനക്കും എനിക്കും സമാധാനത്തോടെ ജീവിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്നാൽ ഈ ലോകത്തിലെ ആ സൈക്കോയെ നമ്മൾ കൊന്നില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. എന്തിനാണ് അവനെ കൊല്ലുന്നത്? ഐറിൻ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല. ഇത്ര പെട്ടെന്ന് എന്തു സംഭവിച്ചു? വ്യക്തമായൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ഐറിൻ കഴിഞ്ഞ ദിവസം അവൾ കണ്ട സംഭവം പറയുന്നു. ഈ ലോകത്തിലെ മിയയെ അവൻ കൊന്നു. ഇത് കേട്ട മിയ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അവനെ കൊല്ലണം, എനിക്ക് ദേഷ്യം വരുന്നു. നിങ്ങൾ അവനെ കൊല്ലുന്നില്ലെങ്കിൽ ഞാൻ പോയി കൊല്ലാം. നീ എന്നോടൊപ്പം വാ. ദേഷ്യപ്പെട്ട മിയ റെസ്റ്റോറന്റിൽ, ഇവിടെ നോക്കൂ, ഈ സ്ത്രീ എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കാണാതായവരുടെ പോസ്റ്റർ കാണിക്കുമ്പോൾ മിയ പറഞ്ഞത് വിശ്വസിച്ച് എല്ലാവരും നമ്മുടെ ഐറിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഐറിൻ ഇവിടെയുള്ളവരുടെ കയ്യിൽ പെടരുത് എന്ന് കരുതി വേഗത്തിൽ ഓടിപ്പോയി ട്രക്കിലുള്ള ആ മെഷീൻ ഉപയോഗിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. ആ മെഷീൻ ഓരോ ലോകത്തേക്കും ഓർഡറായിട്ടാണ് കൊണ്ടുപോവുക, അല്ലാതെ തോന്നിയ ലോകത്തേക്ക് കൊണ്ടുപോവില്ല. വേണമെങ്കിൽ നമുക്ക് തിരിച്ചുപോയ ലോകത്തേക്ക് തന്നെ വരാം. അങ്ങനെയാണ് നമ്മുടെ ഐറിൻ അടുത്ത ലോകത്തേക്ക് പോയത്. അവിടെ മെഷീൻ പൊട്ടിത്തെറിച്ചു. അവിടെ പോകുമ്പോൾ ഐറിന്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയിരുന്നു. ആ ബാഗുമായി മിയ അവിടുന്ന് ഓടിപ്പോകുന്നു. ആ ബാഗിൽ നിന്ന് തോക്കെടുക്കുന്നു. അതിൽ 2 ബുള്ളറ്റുകളുണ്ട്. ഈ ലോകത്തിലെ സൈക്കോയെ താൻ കൊല്ലുമെന്ന് അവൾ തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു ലോകത്തിലുള്ള ഐറിൻ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ ജോനാഥനെ അവൾ കാണുന്നു. അവനോട് സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും ഈ ലോകത്തിലെ ജോനാഥൻ ഐറിന്റെ സംസാരത്തിന് വഴങ്ങുന്നില്ല. അവളോട് മോശമായി സംസാരിക്കുന്നതിനാൽ ഐറിൻ അവനോട് സംസാരിക്കാതെ അവിടെ നിന്നും പോകുന്നു. മിയ അവളിരിക്കുന്ന ലോകത്ത് 2 ബുള്ളറ്റുകൾ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കി ബുള്ളറ്റുണ്ടാക്കുന്ന ഒരിടത്തേക്ക് പോകുന്നു. ഏകദേശം അവളത് മോഷ്ടിച്ചു. അപ്പോഴേക്കും ഒരാളത് കാണുന്നു. വേഗത്തിൽ മിയ അവിടെ നിന്നും ഓടിപ്പോകുന്നു. മറ്റൊരു ലോകത്തിലെ ഐറിൻ ആ സൈക്കോ കൊലയാളിയെ കൊല്ലാൻ വേണ്ടി ഒരു ഷോട്ട് ഗൺ എടുത്ത് നേരെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ ഉടമയായ സ്ത്രീയോട് ഇവിടെ ഒരാൾ ജോലി ചെയ്തിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, അതോ, അവൻ 15 വർഷം മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്നു. പിന്നീട് 2-3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് അവനെ ജയിലിലടച്ചു. ജീവപര്യന്തം ശിക്ഷയും നൽകി. അവൻ ഇപ്പോഴും ജയിലിലാണ്. ഇത് കേട്ട ഐറിന് ഒന്നും മനസ്സിലായില്ല. 15 വർഷം മുമ്പ് ആ സൈക്കോയെ ജയിലിലടച്ചെങ്കിൽ അവൻ എങ്ങനെ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി? ഇതാലോചിച്ച് അവൾ വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നു. എല്ലാ ലോകങ്ങളിലും ആ വീട് ഇരുട്ടായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലൈറ്റുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അതിനാൽ ഐറിൻ അകത്താരെങ്കിലുമുണ്ടോ എന്ന് ജനലിലൂടെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഐറിനും അവളുടെ മകളും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ട് ഐറിൻ വളരെയധികം സന്തോഷിച്ചു. അപ്പോഴാണ് അവളുടെ മകൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഐറിൻ അവളെ അടുത്തുനിന്ന് കാണണം എന്നാഗ്രഹിച്ച് അടുത്തേക്ക് പോകുമ്പോൾ ആനി ഭയന്നു പോകുന്നു. അമ്മേ, എന്താ പിന്നാലെ വന്ന് നിൽക്കുന്നത്? ഞാൻ പേടിച്ചു. ഞാൻ നിന്റെ അമ്മയല്ല. നിങ്ങൾ എന്താണീ പറയുന്നത്? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ സന്തോഷവതിയായിരിക്കണം, നീ സുരക്ഷിതയായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ആരെയും വിശ്വസിച്ച് സംസാരിക്കരുത്, സൂക്ഷിക്കണം എന്നു പറഞ്ഞ് ഐറിൻ അവിടെ നിന്നും പോകുന്നു. ഇവിടെ മിയയുള്ള ലോകത്ത് 2 ബുള്ളറ്റുകളുണ്ട്. സാരമില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ സൈക്കോയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സൈക്കോ ഈ ലോകത്തിലെ മിയയെ കൊന്ന് കാറിൽ ഒളിപ്പിക്കുന്നു. മിയ തോക്ക് ചൂണ്ടി അവനെ പിടികൂടുന്നു. അവന്റെ തോളിൽ വെടിവെക്കുന്നു. സൈക്കോ താഴെ വീഴുകയാണ്. അവൾ മെല്ലെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ കാറിന് ചുറ്റും വന്ന് പിന്നാലെ നിന്ന് മിയയെ പിടിച്ച് ഒറ്റയടി. അത്രമാത്രം. മിയ ബോധം കെട്ടുപോകുന്നു. സൈക്കോയ്ക്ക് ഷോക്കായി. ഞാനിപ്പോ അവളെ കൊന്ന് കാറിൽ ഒളിപ്പിച്ചു. അതേപോലെയാണല്ലോ ഇവളും. ഒരുപക്ഷേ ഇവൾ ഇരട്ട സഹോദരിയാണോ എന്ന് ചിന്തിച്ച് ഈ മിയയെയും എടുത്ത് കാറിൽ വെച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ ഐറിൻ അതേ ലോകത്തേക്ക് ആ മെഷീൻ ഉപയോഗിച്ചു വരുന്നു. കാരണം ഇതുവരെ ഐറിൻ 100 കണക്കിന് ലോകങ്ങൾ സഞ്ചരിച്ചു. എല്ലാ ലോകത്തും ഒരേ കഥ തന്നെയായിരുന്നു. അതിനാൽ സൈക്കോയെ പ്രതികാരം ചെയ്യണമെന്ന് കരുതി കൊന്നിട്ടുണ്ടാവാം. എന്നാൽ അടുത്ത ലോകത്ത് ആ സൈക്കോ ജയിലിലാണ്. അവർ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. അതിനാൽ നമ്മുടെ ഐറിന്റെ കഷ്ടപ്പാടുകളെല്ലാം ഈ ലോകം വരെയാണ്. എല്ലാ സൈക്കോകളെയും കൊന്നു. ഈ ലോകത്തിലെ സൈക്കോയെ മാത്രം കൊന്നിട്ടില്ല. അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോൾ വീടിന്റെ വാതിൽ തകർന്നിരിക്കുന്നു.
കൂടാതെ നമ്മുടെ ഐറിന്റെ തോക്ക് അവിടെയുണ്ട്. അതിനാൽ മീയ തോക്കുമായി ഇവിടെ വന്നിരിക്കണം. എന്നാൽ സൈക്കോ മീയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് ഐറിൻ മനസ്സിലാക്കുന്നു. ആ സൈക്കോയെക്കുറിച്ച് ഐറിന് നന്നായി അറിയാം. അവൻ എവിടെ പോകുമെന്നറിയാം. അതിനാൽ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഇവിടെ മീയയുടെ കയ്യിൽ നിന്നും സൈക്കോയ്ക്ക് ഷോൾഡറിൽ വെടിയേറ്റല്ലോ. അതിനാൽ ആ മുറിവ് അവൻ നോക്കുമ്പോൾ ആ സമയത്ത് ബോധം കെട്ടുകിടന്ന മിയ കണ്ണു തുറന്നു. കാറിന്റെ ഡിക്കിയിലാണ്. കിക്ക് ചെയ്ത് തുറക്കാൻ ശ്രമിക്കുന്നു. സൈക്കോ ദേഷ്യത്തോടെ മിയയെ പിടിച്ചൊരു ബാരലിനുള്ളിൽ തള്ളി ഒരു ആക്സോ ഉപയോഗിച്ച് വെട്ടാൻ തുടങ്ങുന്നു. മിയ വളരെ ഭയപ്പെടുന്നു. പെട്ടെന്നാണ്, നിന്നെ കൊല്ലാനാണ് ഞാനിത് വെട്ടിയതെന്നാണോ നീ വിചാരിച്ചത്? ഇതിലൂടെയാണ് വെള്ളം വരുന്നത്. നീ പതിയെ ശ്വാസം മുട്ടി മരിക്കണം എന്ന് പറഞ്ഞ് ആ ബാരൽ ഉരുട്ടിക്കൊണ്ട് വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്നു. എന്നാൽ കൃത്യസമയത്തെ ഷോട്ട് ഗണ്ണുമായി നമ്മുടെ ഐറിൻ വരുന്നു. വെടിവെക്കാൻ ശ്രമിക്കുന്നു. സൈക്കോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ ബാരലും വെള്ളത്തിലേക്ക് തള്ളുന്നു. ദ്വാരത്തിലൂടെ വെള്ളം ബാരലിനുള്ളിലേക്ക് വരുന്നു. അത്രമാത്രം നമ്മുടെ മിയ പതിയെ മരിക്കാൻ പോകുന്നു. ഇത് കാണുന്ന ഐറിൻ മിയയെ രക്ഷിക്കാൻ വേഗത്തിൽ ഓടി വരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിൽ അവളുടെ കാല് കുടുങ്ങി താഴെ വീഴുന്നു. സൈക്കോ മെല്ലെ വന്ന് ആ ട്രാപ്പോട് കൂടി നമ്മുടെ ഐറിനെ വലിച്ചിഴച്ച് അവരെയും വെള്ളത്തിലേക്ക് തള്ളാൻ പോകുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നീ ആ ആനിയുടെ അമ്മയാണോ? നീയും മകളും എന്നെ തേടി വന്നതാണോ? നിന്റെ മകൾ പോയ സ്ഥലത്തേക്ക് നീയും പോകൂ എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ അത്രമാത്രം അവരും വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുന്നു. സൈക്കോ ഞാൻ രണ്ടുപേരെയും കൊന്നു എന്ന് സന്തോഷിക്കുമ്പോൾ പിന്നിൽ നിന്ന് നമ്മുടെ മിയ ഒരടി കൊടുക്കുന്നു. ആ സൈക്കോ തൽക്ഷണം കാലിയായി. അവനും വെള്ളത്തിൽ വീഴുന്നു. ബാരലിലുണ്ടായിരുന്ന നമ്മുടെ മിയ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈക്കോയെ അവൾ സ്വന്തം കൈകൊണ്ട് കൊന്നു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐറിൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അവൾ ആ ട്രാപ്പിൽ നിന്ന് കാല് വിടുവിച്ച് മുകളിലേക്ക് വരുന്നു. മിയ കൈ കൊടുത്ത് അവിടെ പുറത്തേക്കെടുക്കുന്നു. സൈക്കോ കാലിയായി. ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇതിനുശേഷം അവർ മറ്റൊരു ലോകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ലോകത്ത് സന്തോഷകരമായ ജീവിതം നടക്കുകയാണ്. ആ സൈക്കോയും ഇതിനുശേഷം എല്ലാ ലോകങ്ങളിലും ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ ഇപ്പോൾ അവരിയ്ക്കുന്ന ലോകത്തിൽ ഇവിടുത്തെ ഐറിൻ മരിച്ചുപോയിരുന്നു. അതേപോലെ മിയയും മരിച്ചുപോയിരുന്നു. അതിനാൽ ഈ ലോകത്തിൽ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു. ആ ടൈം മെഷീൻ മുഴുവനായും കത്തിച്ചു കളഞ്ഞു. ഐറിൻ അവളുടെ വീട്ടിൽ മിയയോടൊപ്പം ചേർന്ന് സന്തോഷകരമായ ജീവിതം ഇവിടെ നയിക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ടൈം ട്രാവൽ ഫിലിം? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.